ഹായ് ഫ്രണ്ട്സ്, ആർഗസ് എക്സ്പ്ലെയിൻസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ കൈജു നമ്പർ 8 എന്ന പുതിയ കിഡിൽ ആനിമയുടെ മലയാളം എക്സ്പ്ലനേഷൻ തുടങ്ങുകയാണ്. പേര് പോലെ തന്നെ ഒരുപാട് കൈജൂസ് അഥവാ മോൺസ്റ്റേഴ്സും ഈ ആനിമയിലുണ്ട്. അതിനോടൊപ്പം ആക്ഷനും കോമഡിയും സസ്പെൻസും ഒക്കെയുള്ള ഈ വർഷം ഇറങ്ങിയതിൽ ബെസ്റ്റ് ആനിമകളിൽ ഒന്നാണ് കൈജു നമ്പർ 8. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇനി അധികം ഇൻട്രോ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, നമുക്ക് സമയം കളയാതെ കൈജൂസിൻ്റെ ലോകത്തിലേക്ക് പോകാം. ജപ്പാനിലെ യോക്കോഹാമ എന്ന സിറ്റിയിലാണ് കഥ തുടങ്ങുന്നത്. പതിവ് പോലെ സിറ്റി വളരെ ശാന്തമാണ്. ആളുകളെല്ലാം അവരവരുടെ ജോലി നോക്കി തെക്ക് വടക്ക് നടക്കുന്നു. പെട്ടെന്ന് കടലിൽ നിന്നും ഒരു ഭീമൻ കൈജു അഥവാ മോൺസ്റ്റർ അങ്ങോട്ടേക്ക് നീന്തി വന്നു. അത് കരയിൽ കാലുകുത്തിയതും ആ പ്രദേശം മുഴുവൻ കുലുങ്ങി. ആ സിറ്റിയെ മൊത്തത്തിൽ വിറപ്പിച്ചുകൊണ്ട് ആ മോൺസ്റ്റർ അവിടെ അഴിഞ്ഞാടാൻ തുടങ്ങി. അപ്പോഴേക്കും ആ സിറ്റി മൊത്തം കൈജു അലേർട്ട് അലാം മുഴങ്ങാൻ തുടങ്ങി. റേഡിയോയിലൂടെയും ടി വിയിലൂടെയും എല്ലാം ഗവൺമെൻറ് ജനങ്ങൾക്ക് വാർണിംഗ് നൽകി. ആളുകളെല്ലാവരും ഉടൻ തന്നെ കൈജു ഷെൽട്ടറിനകത്തേക്ക് ഓടിക്കയറി. എല്ലാവരും ആകെ പേടിച്ചിരുന്ന സമയത്ത് കുറച്ച് ഹെലികോപ്റ്ററുകൾ കൈജുവിൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. നാഷണൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ 3rd ഡിവിഷൻ ആയിരുന്നു അത്. കൈജുവിനെ വളഞ്ഞതിന് ശേഷം അവർ അതിൻ്റെ നേരെ മിസൈലുകൾ ഷൂട്ട് ചെയ്തു. പക്ഷേ അത് വന്നിടിച്ചിട്ടും കൈജുവിന് ഒന്നും പറ്റിയില്ല. അപ്പോഴേക്കും ഒരു കൂട്ടം കമാൻഡോസ് ഹെലികോപ്റ്ററിൽ നിന്നും താഴേക്ക് ചാടി വന്നു. അവർ ഒരു പ്രത്യേകതരം ബുള്ളറ്റ് ഷൂട്ട് ചെയ്തപ്പോൾ കൈജുവിൻ്റെ ദേഹത്ത് മുറിവുകൾ ഉണ്ടാവാൻ തുടങ്ങി. പക്ഷേ അതിനെ കൊല്ലാൻ ഈ ആയുധങ്ങളൊന്നും പോരായിരുന്നു. ഈ സമയം ഹെലികോപ്റ്ററിൻ്റെ ഡോർ തുറന്നുകൊണ്ട് ഒരു ലേഡി കമാൻഡോ താഴേക്ക് എടുത്തു ചാടി. ഒരു പാരാഷൂട്ട് പോലും ഇല്ലാതെയാണ് അവൾ താഴേക്ക് ലാൻഡ് ചെയ്തത്. കൺമുന്നിൽ കൈജുവിനെ കണ്ടതും അവൾ തൻ്റെ ഭീമൻ ബസൂക്ക ലോഡ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്തു. ഒരു വലിയ മിസൈൽ ആ കൈജുവിൻ്റെ നെഞ്ച് തുളച്ചുകൊണ്ട് പറന്നുപോയി. തൊട്ടു പിന്നാലെ അതിൻ്റെ ശരീരം വീർത്ത് പൊട്ടിച്ചിതറി. അതിൻ്റെ രക്തവും ശരീരഭാഗങ്ങളും മഴ പോലെ ആ സിറ്റിയിൽ പെയ്തിറങ്ങി. അങ്ങനെ ആ കൈജുവിൻ്റെ കഥ കഴിഞ്ഞു. ആ കൈജുവിനെ കൊന്ന ലേഡി കമാൻഡോയാണ് ഡിഫൻസ് ഫോഴ്സ് 3rd ഡിവിഷൻ്റെ ക്യാപ്റ്റനായ മീമ ആഷിറോ. അധികം വൈകാതെ മോൺസ്റ്ററിന് ചുറ്റും ഭീമൻ പില്ലറുകൾ ഉയർന്നു. പക്ഷേ അപ്പോഴും സിറ്റി മുഴുവനും കൈജുവിൻ്റെ വേസ്റ്റ് കൊണ്ട് അലങ്കോലമായി കിടക്കുകയാണ്. അങ്ങ് ദൂരെ ഇരുന്നു കൊണ്ട് ഈ കാഴ്ചയൊക്കെ ബൈനോക്കുലറിലൂടെ കാണുകയായിരുന്നു നമ്മുടെ നായകനായ കാഫ്ക ഹിബിനോ. ഒരു വമ്പൻ പണി കിട്ടിയതിൻ്റെ നിരാശ അവൻ്റെ മുഖത്തുണ്ട്. അവൻ്റെ കൂടെ ബാക്കിയുള്ള ടീംമേറ്റ്സും അവിടെ ഉണ്ടായിരുന്നു. അധികം വൈകാതെ അവർ എല്ലാവരും സിറ്റിയിലേക്ക് പുറപ്പെട്ടു. ഈ സമയം സിറ്റിയിൽ ആളുകളും ടി വിക്കാരും ഒക്കെ കൂടി നിൽക്കുകയാണ്. കാരണം ആ കൈജുവിനെ കൊന്ന് നാടിനെ രക്ഷിച്ച ഡിഫൻസ് ഫോഴ്സ് 3rd ഡിവിഷൻ കമാൻഡോസ് അതുവഴി വരികയാണ്. പ്രത്യേകിച്ച് 3rd ഡിവിഷൻ ക്യാപ്റ്റനായ മീന അഷിറോയെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഭൂരിഭാഗം പേരും അവിടെ കൂടി നിൽക്കുന്നത്. ആൾക്കൂട്ടം മൊത്തത്തിൽ അവർക്ക് വേണ്ടി ചീർ ചെയ്യുമ്പോൾ കാഫ്ക ഇതൊന്നും മൈൻഡ് ചെയ്യാതെ തൻ്റെ ജോലി സ്ഥലത്തേക്ക് നടന്നു. നമ്മുടെ നായകൻ കാഫ്ക ജോലി ചെയ്യുന്നത് കൈജു സ്വീപ്പർ എന്ന കമ്പനിയിലാണ്. പേര് പോലെ തന്നെ കൈജൂസിൻ്റെ ഡെഡ് ബോഡിയൊക്കെ കട്ട് ചെയ്ത് മാറ്റി സിറ്റി മൊത്തം ക്ലീനാക്കുക എന്നതാണ് അവരുടെ ജോലി. മോൺസ്റ്ററിനെ കൊല്ലുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതും അപകടം പിടിച്ചതുമായ പണിയാണ് ഇവർ നാടിന് വേണ്ടി ചെയ്യുന്നത്. പക്ഷേ ഇവരെ ആരും ഹീറോസ് എന്ന് വിളിക്കാറില്ല, പാടി പുകഴ്ത്താറുമില്ല. എങ്കിലും ഒരു പരാതിയുമില്ലാതെ അവർ തങ്ങളുടെ പണി വെടിപ്പായിട്ട് തന്നെ ചെയ്തു കൊടുക്കും. പക്ഷേ കാഫ്കയ്ക്ക് കിട്ടുന്നത് മിക്കവാറും മോൺസ്റ്ററിൻ്റെ കുടൽ വെട്ടി മാറ്റുന്ന പണിയായിരുന്നു. അവനത് ചെയ്യാൻ ഒട്ടും ഇഷ്ടമായിരുന്നില്ല. കാരണം ജീവി ഏതാണെങ്കിലും കഴിക്കുന്ന ഭക്ഷണം ചെറുകുടലിൽ എത്തുമ്പോഴേക്കും നാറ്റക്കേസായിട്ടുണ്ടാകുമല്ലോ. അങ്ങനെ എല്ലാ തവണത്തെയും പോലെ ഇപ്രാവശ്യവും കാഫ്ക ആ നാറ്റം പിടിച്ച കുടലിൻ്റെ മുന്നിലെത്തി. വിസർജ്യത്തിൻ്റെ മനം പഠിപ്പിക്കുന്ന നാറ്റവും സഹിച്ച് അവൻ തൻ്റെ പണി ചെയ്തു. അങ്ങനെ അന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി കാഫ്ക ബെഡിൽ കിടക്കുകയായിരുന്നു. അപ്പോഴും ആ ദുർഗന്ധം അവനെ വിട്ടുപോയിരുന്നില്ല. അപ്പോൾ ടി വിയിൽ രാവിലത്തെ കൈജു അറ്റാക്കിനെ കുറിച്ചുള്ള ന്യൂസ് വന്നു. കൈജുവിനെ കൊന്ന സ്ക്വാഡ് നമ്പർ 3യുടെ ക്യാപ്റ്റൻ മീന അഷിറോയെ പറ്റിയും ന്യൂസിൽ പറയുന്നുണ്ടായിരുന്നു. ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ 100 കണക്കിന് കൈജൂസിനെ കൊന്നുകൊണ്ട് റെക്കോർഡ് വേഗത്തിലാണ് അവൾ ക്യാപ്റ്റനായത്. അവളെപ്പറ്റിയുള്ള ന്യൂസ് കണ്ടുകൊണ്ടിരുന്ന കാഫ്ക പെട്ടെന്ന് ചില പഴയ കാര്യങ്ങൾ ഓർത്തു. സ്കൂളിൽ പഠിക്കുന്ന സമയം മുതലേ കാഫ്കയും ആഷിറോയും സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു ദിവസം ഒരു കൈജു അറ്റാക്കിൽ പ്രിയപ്പെട്ടതെല്ലാം അവർക്ക് നഷ്ടമായി. അന്ന് അവിടെ കരഞ്ഞുകൊണ്ടിരുന്ന മീനയെ കാഫ്ക ആശ്വസിപ്പിച്ചു. പക്ഷേ എന്നെങ്കിലും ഈ കൈജുവിനോടൊക്കെ പകരം വീട്ടുമെന്ന് അവൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഡിഫൻസ് ഫോഴ്സിൽ ചേരാൻ തീരുമാനിച്ചു. ആദ്യമായി ഫോഴ്സിൽ ജോയിൻ ചെയ്യുമെന്ന് അവർ തമ്മിലൊരു മത്സരമുണ്ടായിരുന്നു. പക്ഷേ കാഫ്ക ഡിഫൻസ് ഫോഴ്സിലേക്കുള്ള ടെസ്റ്റ് ഫെയിലായിപ്പോയി. ആഷിറോ ആണെങ്കിൽ റെക്കോർഡ് വേഗത്തിലൊരു സ്ക്വാഡിൻ്റെ ക്യാപ്റ്റനുമായി നാട്ടുകാരെ മൊത്തം ഫാൻസുമാക്കി. ഇതൊക്കെ ആലോചിച്ച കാഫ്കയ്ക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ തോന്നി. പക്ഷേ താനിപ്പോൾ ചെയ്യുന്ന പണി ഒട്ടും മോശമല്ല എന്നോർത്ത് ആശ്വസിച്ചുകൊണ്ട് അവൻ കിടന്നുറങ്ങി. അങ്ങനെ നേരം പുലർന്നു. പതിവ് പോലെ കാഫ്ക തൻ്റെ കമ്പനിയിലെത്തി. അവിടെ വെച്ച് അവൻ്റെ സൂപ്പർവൈസർ പുതിയതായി ടീമിൽ ജോയിൻ ചെയ്ത പയ്യനെ അവന് പരിചയപ്പെടുത്തി കൊടുത്തു. റെനോ ഇച്ചിക്കാവ എന്നാണ് ആ പയ്യൻ്റെ പേര്. ഡിഫൻസ് ഫോഴ്സിൽ ചേരണമെന്നാണ് അവൻ്റെ ആഗ്രഹം. അതിനുള്ള ഫണ്ട് ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവനിപ്പോൾ ഈ ജോലി ചെയ്യുന്നത്. അത് കേട്ട സൂപ്പർവൈസർ നമ്മുടെ കാഫ്കയും ഒരിക്കൽ ഡിഫൻസ് ഫോഴ്സിൽ ചേരാൻ നടന്നതാണെന്ന് ഇച്ചിക്കാവയോട് പറഞ്ഞു.
അപ്പോൾ ഇച്ചിക്കാവ കാഫ്കയോട് എന്തുകൊണ്ടാണ് ഡിഫൻസ് ഫോഴ്സിൽ പിന്നീട് ട്രൈ ചെയ്യാത്തതെന്ന് ചോദിച്ചു. താൻ മുമ്പ് ട്രൈ ചെയ്തിരുന്നുവെന്നും ഇപ്പോൾ ഏജ് ഓവർ ആയതുകൊണ്ട് ഇനി ടെസ്റ്റ് ഒന്നും എഴുതാൻ പറ്റില്ല എന്നും കാഫ്ക മറുപടി പറഞ്ഞു. ഇത് കേട്ട ഇച്ചിക്കാവയ്ക്ക് കാഫ്കയോട് പുച്ഛം തോന്നി. അവൻ കാഫ്കയെ കളിയാക്കിയിട്ട് പുറത്തേക്ക് നടന്നു. അതോടെ കാഫ്കയ്ക്ക് ദേഷ്യം വന്നു. ഇച്ചിക്കാവയ്ക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് അവൻ തീരുമാനിച്ചു. അധികം വൈകാതെ അവർ ഒരുമിച്ച് കൈജുവിൻ്റെ ഡെഡ് ബോഡിയുടെ അടുത്തെത്തി. സൂപ്പർവൈസർ കൈജുവിൻ്റെ ഓരോ ബോഡി പാർട്സിൻ്റെയും ചുമതല ഓരോ ടീമിനെ ഏൽപ്പിച്ചു. കൂട്ടത്തിൽ അയാൾ ഇച്ചിക്കാവയ്ക്ക് കുടൽമാല വെട്ടുന്ന ജോലി കൊടുത്തു. അത് കേട്ട കാഫ്ക സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. പക്ഷെ കുടലിൻ്റെ ഡ്യൂട്ടി അയാൾ കാഫ്കയ്ക്കും കൊടുത്തതോടെ അവൻ്റെ കിളി പോയി. എല്ലാ ദിവസവും ഇമാതിരി തീട്ടക്കേസ് ചെയ്യാൻ പറ്റില്ല എന്ന് അവൻ സൂപ്പർവൈസറിനോട് പറഞ്ഞു. എന്നിട്ടും രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ വേറെ വഴിയില്ലാതെ അവൻ പോയി കുടൽ വെട്ടി മാറ്റാൻ തുടങ്ങി. അങ്ങനെ ഉച്ചയായപ്പോഴേക്കും എല്ലാവരും ഊണ് കഴിക്കാനിരുന്നു. പക്ഷേ കുടലിൻ്റെ ഡ്യൂട്ടി ചെയ്ത ഇച്ചിക്കാവ ആകെ മനം മടുത്തിരിക്കുകയായിരുന്നു. അവൻ്റെ ആ ഇരിപ്പ് കണ്ടപ്പോൾ കാഫ്കയ്ക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോഴാണ് അവൻ ഇച്ചിക്കാവയുടെ ആഹാരപ്പൊതി അപ്പുറത്തിരിക്കുന്നത് കണ്ടത്. അതെടുത്ത് കഴിക്കാൻ അവൻ ഇച്ചിക്കാവയോട് പറഞ്ഞു. പക്ഷേ ഇച്ചിക്കാവയ്ക്ക് അതിന് പറ്റുമായിരുന്നില്ല. ഉടനെ കാഫ്ക ഒരു പാക്കറ്റ് മൾട്ടി വിറ്റാമിൻ ജ്യൂസ് അവന് കൊടുത്തു. എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ പണിയെടുക്കാനുള്ള ആരോഗ്യം ഉണ്ടാകില്ല എന്ന് അവൻ അവനെ ഓർമ്മിപ്പിച്ചു. അത് കേട്ട ഇച്ചിക്കാവയ്ക്ക് കാഫ്കയോട് അല്പം ബഹുമാനം തോന്നി. അന്ന് ഉച്ചയ്ക്ക് ശേഷം മുഴുവൻ സമയവും കാഫ്ക ഇച്ചിക്കാവയെ സഹായിച്ചു. അവനറിയാവുന്ന എല്ലാ കാര്യങ്ങളും അവൻ ഇച്ചിക്കാവയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ വൈകുന്നേരമായപ്പോഴേക്കും പണിയെല്ലാം അവസാനിച്ച് എല്ലാവരും ഗുഡ് ബൈ പറഞ്ഞ് പിരിഞ്ഞുപോയി. അന്നത്തോടെ കുടലിൻ്റെ പണി മുഴുവൻ തീർന്ന ആശ്വാസത്തിൽ കാഫ്ക അവിടെ നിന്നു. അപ്പോഴേക്കും ഇച്ചിക്കാവ അങ്ങോട്ടേക്ക് വന്നു. അവൻ വീണ്ടും തല്ലുകൂടാൻ വന്നതാണെന്നാണ് കാഫ്ക കരുതിയത്. പക്ഷേ അവൻ വന്നത് ഇന്ന് ചെയ്ത സഹായങ്ങൾക്കെല്ലാം കാഫ്കയോട് നന്ദി പറയാനായിരുന്നു. അത് കേട്ട കാഫ്ക ഒന്ന് അമ്പരന്നു. പോകാൻ നേരം ഇച്ചിക്കാവ ഒരു കാര്യം കാഫ്കയെ ഓർമ്മിപ്പിച്ചു. ലേറ്റസ്റ്റ് ന്യൂസ് പ്രകാരം ഡിഫൻസ് ഫോഴ്സിലേക്ക് ചേരാനുള്ള പ്രായപരിധി 32 നിന്ന് 33 കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഫോഴ്സിൽ ചേരാൻ ഇനിയും 1 വർഷത്തെ സമയം ബാക്കിയുണ്ട്. ഇങ്ങനെ ചിരിച്ചു കളിച്ച് നടക്കുമ്പോഴും കാഫ്കയുടെ ഉള്ളിൽ ഫോഴ്സിൽ ചേരാൻ പറ്റാത്തതിൻ്റെ നിരാശയുണ്ടെന്ന് ഇച്ചിക്കാവ മനസ്സിലാക്കിയിരുന്നു. സമയം കളയാതെ വേഗം ഡിഫൻസ് ഫോഴ്സിൽ ട്രൈ ചെയ്യാൻ ഇച്ചിക്കാവ അവനെ ഓർമ്മിപ്പിച്ചു. ഇത് കേട്ട് സന്തോഷമായ കാഫ്ക ഇച്ചിക്കാവയ്ക്ക് നന്ദി പറഞ്ഞു. പെട്ടെന്ന് ഇച്ചിക്കാവയുടെ പിറകിൽ ഒരു കൈജു പൊങ്ങി വന്നു. പേടിച്ചുപോയ ഇച്ചിക്കാവ ആകെ മരവിച്ച് നിന്നുപോയി. അതവനെ തിന്നാൻ വാ തുറന്നതും കാഫ്ക ചാടി വന്ന് അവനെ രക്ഷിച്ചു. അവിടെ നിന്നും എഴുന്നേറ്റ ഇച്ചിക്കാവ ആകെ പേടിച്ചു പോയിരുന്നു. അപ്പോൾ കാഫ്ക അവനോട് സമയം കളയാതെ ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു. പക്ഷേ കാഫ്കയെ ഒറ്റയ്ക്കാക്കി പോകാൻ ഇച്ചിക്കാവ തയ്യാറായില്ല. ഒടുവിൽ കാഫ്കയുടെ നിർബന്ധത്തിന് വഴങ്ങി ഇച്ചിക്കാവ അവിടെ നിന്നും ഇറങ്ങി ഓടി. അവൻ രക്ഷപ്പെടുന്നത് കണ്ട കാഫ്കയ്ക്ക് ആശ്വാസമായി. അവൻ ധൈര്യം സംഭരിച്ച് കൈജുവിനെ ഫേസ് ചെയ്തു. ഒരു ഇരുമ്പ് പൈപ്പും പിടിച്ച് അലറി വിളിച്ചുകൊണ്ട് അവൻ കൈജുവിൻ്റെ ശ്രദ്ധ ആകർഷിച്ചു. അതോടെ കൈജു അവനെ തിന്നാൻ വേണ്ടി അവൻ്റെ പുറകെ ഓടി. കാഫ്കയാണെങ്കിൽ സർവ്വ ദൈവങ്ങളെയും വിളിച്ച് ജീവനും കൊണ്ട് പായുകയാണ്. അങ്ങനെ ഓടുന്നതിനിടയിൽ ചില പഴയ ഓർമ്മകൾ അവൻ്റെ മനസ്സിൽ കടന്നു വന്നു. കുട്ടിക്കാലത്ത് കൈജീവനെയൊക്കെ കൊല്ലാൻ പ്രതിജ്ഞ എടുത്തതും ഡിഫൻസ് ഫോഴ്സിൽ ആദ്യം ജോയിൻ ചെയ്യുമെന്ന് അഷിറോയ്ക്ക് വാക്കുകൊടുത്തതും എല്ലാം അവൻ ഓർത്തു. അതോടെ അവൻ ഓട്ടം നിർത്തി. ഒന്നുമാകാൻ പറ്റാതെ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ പോരാടി മരിക്കുന്നതാണ് നല്ലതെന്നോർത്ത് അവൻ കൈജുവിനെ ഫൈറ്റ് ചെയ്യാൻ ഒരുങ്ങി. പക്ഷെ അപ്പോഴേക്കും കൈജു അവനെ അടിച്ച് ദൂരേക്ക് പറത്തി. നിലത്ത് വീണ കാഫ്കയുടെ കാൽ കൈജു ചവിട്ടി അരച്ചു. തകർന്ന ശരീരവും ഒടിഞ്ഞ കാലുമായി കിടന്ന കാഫ്കയെ ആ കൈജു തിന്നാൻ നോക്കി. അതവനെ ഏതാണ്ട് വായ്ക്കുള്ളിലാക്കിയപ്പോഴേക്കും ഇച്ചിക്കാവ വന്ന് ആ കൈജുവിൻ്റെ മുഖത്തൊരു പോസ്റ്റ് എടുത്തടിച്ചു. അങ്ങനെ തലനരയ്ക്ക് കാഫ്ക രക്ഷപ്പെട്ടു. കാഫ്ക അവനോട് വീണ്ടും ഓടി രക്ഷപ്പെടാൻ പറഞ്ഞുവെങ്കിലും ഇപ്രാവശ്യം ഇച്ചിക്കാവ അത് കേൾക്കാൻ തയ്യാറായില്ല. നിങ്ങളെ ചാവാൻ വിട്ടാൽ പിന്നെ ഞാൻ ഡിഫൻസ് ഫോഴ്സിൽ ചേരാൻ അർഹനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കൈജുവിനെ ഫൈറ്റ് ചെയ്യാൻ റെഡിയായി. അപ്പോഴേക്കും മോൺസ്റ്റർ അവനെ അടിക്കാൻ വേണ്ടി കൈയോങ്ങി. ഇത് കണ്ട കാഫ്കയ്ക്ക് ഇച്ചിക്കാവ മരിക്കാൻ പോവുകയാണെന്ന് മനസ്സിലായി. അവനെ രക്ഷിക്കാൻ പറ്റാത്തതോർത്ത് കാഫ്ക ഫ്രസ്ട്രേഷൻ കൊണ്ട് അലറി. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു വെള്ളക്കടവ് അങ്ങോട്ടേക്ക് ചാടി വന്ന് കൈജുവിൻ്റെ കയ്യിൽ കടിച്ചു. തൊട്ടടുത്ത നിമിഷം മോൺസ്റ്ററിൻ്റെ ശരീരം വെടിയേറ്റ് ചിതറാൻ തുടങ്ങി. കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് കൈജു അവിടെ ചത്തു വീണു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ കാഫ്കയും ഇച്ചിക്കാവയും ആകെ വണ്ടറടിച്ച് നിൽക്കുകയാണ്. സത്യത്തിൽ ഇതെല്ലാം ചെയ്തത് അവളായിരുന്നു. ഡിഫൻസ് ഫോഴ്സ് സ്ക്വാഡ് 3യുടെ ക്യാപ്റ്റനും കാഫ്കയുടെ ബാല്യകാല സുഹൃത്തുമായ മീന അഷിറോ. അവളുടെ പെറ്റായ കടുവയും ബാക്കി സ്ക്വാഡ് മെമ്പേഴ്സും അവിടെയുണ്ട്. മുറിവേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ ഓർഡർ കൊടുത്തിട്ട് അവൾ അടുത്ത കൈജുവിനെ വേട്ടയാടാൻ ഇറങ്ങിത്തിരിച്ചു. ഇതെല്ലാം കണ്ട് കിളിപോയിരിക്കുന്ന കാഫ്കയെയും ഇച്ചിക്കാവയെയും കമാൻഡോസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അന്ന് രാത്രി കാഫ്ക ആശുപത്രിയിൽ കിടന്നുകൊണ്ട് അന്ന് സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി ഓർക്കുകയായിരുന്നു. കുട്ടിക്കാലത്ത് തന്നോടൊപ്പം ഒരുമിച്ച് കളിച്ച് വളർന്ന ആഷിറോ ഇപ്പോൾ ഇത്ര കിടിലൻ പൊസിഷനിലെത്തിയത് ഓർത്തപ്പോൾ കാഫ്കയ്ക്ക് ഭയങ്കര അസൂയയും ഫ്രസ്ട്രേഷനും തോന്നി. അപ്പോൾ തൊട്ടപ്പുറത്തെ ബെഡിൽ കിടക്കുകയായിരുന്ന ഇച്ചിക്കാവ അവനെ ആശ്വസിപ്പിച്ചു.
നിങ്ങൾ കാരണമാണ് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നതെന്നും നിങ്ങളൊരു ഹീറോ ആണെന്നും ഇച്ചിക്കാവ അവനോട് പറഞ്ഞു. നിങ്ങളെപ്പോലെയുള്ളവർ ഉറപ്പായും ഡിഫൻസ് ഫോഴ്സിൽ കയറണമെന്ന് അവൻ കാഫ്കയെ ഓർമ്മിപ്പിച്ചു. ഇതൊക്കെ കേട്ട കാഫ്കയ്ക്ക് വല്ലാത്ത കോൺഫിഡൻസ് തോന്നി. എത്രയും പെട്ടെന്ന് ഡിഫൻസ് ഫോഴ്സിൽ കയറുമെന്ന് അവൻ തീരുമാനിച്ചു. പെട്ടെന്ന് ഒരു ചെറിയ കൈജു അവൻ്റെ മുകളിൽ പറന്നു നിൽക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. ഇത് കണ്ട് അവൻ ആകെ അന്തം വിട്ട് നിന്നപ്പോൾ ആ കൈജു അവനോട് ടെലിപ്പതിയിലൂടെ സംസാരിക്കാൻ തുടങ്ങി. അതോടെ അവൻ പേടിച്ച് നിലവിളിച്ചു. പെട്ടെന്ന് ആ കൈജു അവൻ്റെ വായ്ക്കുള്ളിലേക്ക് ഇടിച്ചു കയറി. അവൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി, കണ്ണുകൾ ചുവന്ന് തള്ളി. ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ കാഫ്ക അവിടെ കിടന്ന് മരണവെപ്രാളത്തിൽ പിടയ്ക്കാൻ തുടങ്ങി. അപ്പുറത്തെ ബെഡിൽ നിന്ന് ഈ ശബ്ദമൊക്കെ കേട്ട ഇച്ചിക്കാവ എഴുന്നേറ്റു. അവൻ ആ കർട്ടൻ മാറ്റി നോക്കിയപ്പോൾ അവിടെ കണ്ടത് ഇച്ചിക്കാവയുടെ സ്ഥാനത്ത് ഒരു കൈജു ഇരിക്കുന്നതാണ്. അതുകണ്ട് പേടിച്ച ഇച്ചിക്കാവ ആകെ മരവിച്ചു പോയി. പക്ഷേ താനൊരു കൈജുവായി മാറിയ കാര്യം കാഫ്കയ്ക്ക് മനസ്സിലായിരുന്നില്ല. നീ എന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് അവൻ ഇച്ചിക്കാവയോട് ചോദിച്ചു. അപ്പോൾ കാഫ്ക ഒന്ന് കണ്ണാടിയിൽ നോക്കി. അതോടെ കിളിപോയ രണ്ടുപേരും ഒരുമിച്ച് അലറി വിളിക്കാൻ തുടങ്ങി. ഒടുവിൽ എങ്ങനെയൊക്കെയോ താൻ കൈജു അല്ല കാഫ്കയാണെന്ന് അവൻ ഇച്ചിക്കാവയെ പറഞ്ഞ് മനസ്സിലാക്കി. ഈ സമയം അതുവഴി പോയൊരു വയസ്സൻ കാഫ്കയെ കണ്ടു. ഒരു മോൺസ്റ്ററിനെ കണ്ടാൽ വയസ്സായവർ പേടിച്ച് ബോധം കെടുമെന്ന ക്ലീഷയെ തകർത്തുകൊണ്ട് അയാൾ നേരെ ഡിഫൻസ് ഫോഴ്സിനെ വിളിക്കാൻ തുടങ്ങി. ഡിഫൻസ് ഫോഴ്സ് വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നല്ലോണം അറിയാമായിരുന്ന അവർ രണ്ടുപേരും പേടിച്ച് മരവിച്ച് നിന്നുപോയി. അവരുടെ നിലവിളി ആ ഹോസ്പിറ്റലിൽ മൊത്തം മുഴങ്ങിക്കേട്ടു.